ശരി, നിതിൻ സേവ്യറാണ് വിവരങ്ങൾ നൽകിയത്. തീപിടുത്തമുണ്ടായ വാൻഹായ് കപ്പലിലെ വോയിസ് ഡാറ്റ റെക്കോർഡർ പരിശോധിക്കുന്നതിലൂടെ കൂടുതൽ വിവരങ്ങൾ കണ്ടെത്താനാകുമെന്ന പ്രതീക്ഷയിലാണ്. നിലമ്പൂർ തോൽവിയുടെ പശ്ചാത്തലത്തിൽ തിരുത്തേണ്ടത് തിരുത്തുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. പാർട്ടിയും ഇടതുമുന്നണിയും വിശദമായി പരിശോധിക്കും. വർഗീയ തീവ്ര ശക്തികളുമായി കൂട്ടുകെട്ടുണ്ടാക്കിയാണ് UDF ജയിച്ചത്. കേരള രാഷ്ട്രീയത്തിൽ ദൂരവ്യാപക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നതാണ് UDFന്റെ കൂട്ടുകെട്ടുകളെന്നും MV ഗോവിന്ദൻ ദേശാഭിമാനിയിൽ എഴുതിയ ലേഖനത്തിൽ പറയുന്നു. സെയ്ഫ് സൈലാബ്ദീൻ വിവരങ്ങൾ നൽകും. സെയ്ഫ്, തിരുത്തേണ്ടത് തിരുത്തുമെന്ന് പറയുമ്പോഴും നേരത്തെ ഉന്നയിച്ച UDF വർഗീയ കൂട്ടുകെട്ടുണ്ടാക്കി തുടങ്ങിയ ആരോപണങ്ങൾ കൂടി അതേപടി ആവർത്തിക്കുകയാണ് ദേശാഭിമാനിയിലും. അതെ, തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ CPM ഉന്നയിച്ച ആരോപണങ്ങളുണ്ട്. അത് CPM സംസ്ഥാന സെക്രട്ടറി ആവർത്തിക്കും. അതിനൊപ്പം തന്നെ തിരുത്തേണ്ട കാര്യങ്ങൾ തിരുത്തുമെന്ന് കൂടി അദ്ദേഹം പറഞ്ഞു വെക്കുകയാണ്. വിശദമായി തന്നെ പാർട്ടിയും ഇടതുമുന്നണിയും തോൽവി പരിശോധിക്കും. വർഗീയ തീവ്ര ശക്തികളുമായി കൂട്ടുകെട്ടുണ്ടാക്കിയ UDF അവിടെ ജയിച്ചത് എന്നുള്ള ആരോപണം വീണ്ടും ആവർത്തിക്കുന്നുണ്ട് CPMന്റെ സംസ്ഥാന സെക്രട്ടറി. പ്രിയങ്ക ഗാന്ധി, രാഹുൽ ഗാന്ധി ജയിച്ചത് ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് നേടിയിട്ടാണ് എന്നുള്ള ആരോപണം അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത്. 2019 മുതൽ ജമാഅത്തെ ഇസ്ലാമിയെ UDFന് കൂട്ടുകെട്ടുണ്ട്. നിലമ്പൂരിൽ BJPയുടെ SDP വോട്ട് UDFന് കിട്ടി എന്ന് അദ്ദേഹം കണക്ക് സഹിതം വിശദീകരിക്കുന്നുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ വോട്ട്, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ SDP കിട്ടിയ വോട്ട്, അതിനെല്ലാം കുറവുണ്ടായിട്ടുണ്ട്. ആ വോട്ടെല്ലാം BJPയിലേക്ക് പോയി, UDFിലേക്ക് പോയി എന്നുള്ളതാണ് MV ഉന്നയിക്കുന്ന ആരോപണം. ഈ കൂട്ടുകെട്ട് കേരള രാഷ്ട്രീയത്തിൽ ദൂരവ്യാപകമായ പ്രത്യാഘാതം ഉണ്ടാക്കുന്നതാണ് എന്നുള്ളതാണ് CPM പറഞ്ഞു വെക്കുന്നത്. പക്ഷേ ഇടതുപക്ഷ ഏതെങ്കിലും തരത്തിൽ കോട്ടമുണ്ടായിട്ടില്ല എന്ന് CPMന്റെ സംസ്ഥാന സെക്രട്ടറി പറയുന്നു. നിലമ്പൂരിൽ വോട്ട് ചോർച്ച ഉണ്ടായത് UDFിനാണ്. അതിന് കാരണമായി അദ്ദേഹം പറയുന്നത് 2021 PV പ്രകാശിന് ലഭിച്ചതിന് 1470 വോട്ട് കുറവാണ് ഇത്തവണ ആര്യൻ ഷൗക്കത്തിന് ലഭിച്ചത് എന്ന് ദേശാഭിമാനി ലേഖനത്തിൽ അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്.